ഏറ്റവും കൂടുതൽ ആശങ്ക ഇപ്പോൾ ഉണ്ടാവുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. KV ബൈജു കാസർഗോഡ് എന്ന്. ബൈജു, ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞു തുടങ്ങാൻ പറ്റിയൊരു അവസ്ഥയാണോ കാസർഗോഡ് എന്ന് അറിയില്ല. പലയിടത്തും പുഴകൾ കരകവിഞ്ഞൊഴുകുന്നുണ്ട്, പലയിടങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കുന്നുണ്ട്. എന്താണ് നിലവിലെ സാഹചര്യം? രാവിലെ നല്ല മഴയുണ്ടോ? ശ്രീജ, ശക്തമായ മഴ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പുഴകളെല്ലാം കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യം, പ്രത്യേകിച്ച് തേജസ്വിനി പുഴ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം. ഇതിന്റെ കരയിൽ താമസിക്കുന്നവരെല്ലാം തന്നെ ആശങ്കയിലാണ്. പലരും ഇവിടെ നിന്നും വീട് ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, ഏത് കാലവർഷത്തിലും ആദ്യം ഇത്തരത്തിൽ വെള്ളം കയറുന്ന ഒരു പ്രദേശമാണ് ഈ തേജസ്വിനി. മാത്രമല്ല, മലയോര മേഖലകളിലും വലിയ തോതിലുള്ള നമുക്കിപ്പോൾ ശ്രീജ ദൃശ്യങ്ങൾ കാണാം. ഇത് തേജസ്വിനി പുഴയുടെ തീരത്തുള്ള ഒരു സ്ഥലമാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉള്ളത്. ഏതായാലും നമ്മൾ ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോവുകയാണ്. ആ പ്രദേശത്തേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. തേജസ്വിനി പുഴയുടെ തൊട്ടടുത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെയൊക്കെ എല്ലാ വീടുകളിലും വെള്ളം കയറുന്ന സാഹചര്യം തന്നെയാണ്. എന്തായാലും നമുക്ക് ഈ പ്രദേശവാസികൾ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീജ, നമുക്ക് കാണാം ഇപ്പോൾ ഇതിന്റെ ഒരു തുടക്കത്തിൽ തന്നെ അരയോളം വെള്ളം എത്തിയിരിക്കുന്ന. എന്താണ് നിലവിലൊരു സാഹചര്യം ഇവിടെ? ഇന്നലെ രാവിലെ 10 മണി മുതലാണ് തേജസ്വിനി പുഴ കരകവിഞ്ഞ് ഒഴുകാൻ തുടങ്ങിയിട്ടുള്ളത്. രാത്രി ഏകദേശം ഒരു 12 മണി വരെ അതിശക്തമായ രീതിയിൽ വെള്ളം കയറുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ വെള്ളത്തിന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. വെള്ളം ഈ പ്രദേശത്തെ 200ഓളം വീടുകൾ ഇന്നലെ മുതൽ വെള്ളത്തിനടിയിലാണ്. 6ഓളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കാൻ വേണ്ടി പ്രായമായവരും രോഗികളായിട്ടുള്ള ആൾക്കാരുള്ള 6ഓളം കുടുംബങ്ങളെ ഇന്നലെ വൈകിട്ട് തന്നെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇപ്പോ ഇനിയും ഇവിടെ ഈ പ്രദേശത്ത് ഇങ്ങനെ വെള്ളം കയറാനുള്ള ഒരു സാഹചര്യം എന്താണ് സ്ഥിരമായി? ഈ പൊടോത്തുരുത്തി പ്രദേശം തേജസ്വിനിക്കരയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശങ്ങളിലൊന്നാണ്. തേജസ്വിനി പുഴ കരകവിയുന്ന ഘട്ടങ്ങളിൽ പലപ്പോഴും ഈ വർഷം തന്നെ ഇത് 3ാമത്തെ തവണയാണ് ഈ പ്രദേശം ഇങ്ങനെ വെള്ളത്തിനടിയിലാവുന്നത്. എന്താണ് ഇങ്ങനെ ഒരു വെള്ളം ഇവിടെ ഈ പ്രദേശത്ത് കൂടുതൽ വെള്ളം കയറി? ഈ മഴ തന്നെയാണോ? അല്ല, മഴ തന്നെയാണ്. മഴയും അതുപോലെ തന്നെ കേരള കർണാടക അതിർത്തിയിലുള്ള വനാതിർത്തിയിൽ പെയ്യുന്ന മഴയൊക്കെ തന്നെ. പ്രത്യേകിച്ച് കൊടക് മേഖലകളിൽ പെയ്യുന്ന ആ മഴ, അത് ആ മുഴുവൻ വെള്ളവും എത്തുന്നത് ഈ പ്രദേശത്താണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. കൊടകിൽ മഴ പെയ്താൽ ഇവിടെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യം. നമ്മളിപ്പോൾ ഈ ഒരു ഇവിടെയൊക്കെ ധാരാളം വീടുകളുണ്ട്. ഇവിടെ ആ വീടുകളിലുള്ള ആളുകളെല്ലാം തന്നെ കുറെ അധികം പേരെ ഇവിടെ നിന്ന് മാറ്റി താമസിച്ചിട്ടുണ്ട്. പലരും മാറാൻ തയ്യാറാകാറില്ല. പലരും ഇവിടെ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും എത്ര വീടുകളുണ്ട് ഈ പൊടോത്തുരുത്തി ദ്വീപിൽ മാത്രം 120 വീടുകളുണ്ട്. ഈ 120 വീടുകൾ ഇന്നലെ മുതൽ വെള്ളത്തിനടിയിലാണ്. ഇനി തൊട്ടടുത്ത പ്രദേശങ്ങളായ ചാത്തമത്ത്, പാലായി, കാര്യംകോട് പ്രദേശങ്ങളിലെ മുഴുവൻ വീടുകളും, പുഴയോരത്തുള്ള മുഴുവൻ വീടുകളും വെള്ളത്തിനടിയിലാണ്. തേജസ്വിനി പുഴയുടെ തേജസ്വിനി പുഴയുടെ തീരത്തുള്ള മുഴുവൻ പ്രദേശങ്ങളും പിന്നെ ഇപ്പൊ വെള്ളത്തിനടിയിലാണ്. ഇപ്പൊ നമുക്ക് ഇവിടുന്ന് കൂടുതൽ ആൾക്കാരെ മാറ്റി താമസിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാവും. വെള്ളം ഉയരുന്ന ഒരു അവസ്ഥ ഉണ്ടാണെങ്കിൽ മുഴുവൻ ആൾക്കാരെയും മാറ്റി താമസിപ്പിക്കേണ്ടി വരും. ബൈജു, അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടോ? ഇവര് ഇതിനോട് എത്രമാത്രം യൂസ്ഡ് ആണ്? ഇങ്ങനെ വെള്ളം സ്ഥിരമായി കയറാറുണ്ടെങ്കിൽ അതിനൊരു പകരം സംവിധാനം, ഇങ്ങനെ വെള്ളം കയറുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും പകരം സംവിധാനമൊക്കെ ഒരുക്കിയിട്ടുണ്ടോ? മുതലേ വെള്ളത്തിനടിയിലാണ്. ഈ കാണുന്ന വീടുകളൊക്കെ ഇന്നലെ മുതലേ വെള്ളത്തിനടിയിലാണെന്നുള്ളത് തീർച്ചയായും. ഈ നമ്മൾ ഇത്ര ഇങ്ങനെ ഇനിയും ഇപ്പൊ മഴ ഒരു തുടക്കം തന്നെ ആണ്. ഇനിയും വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടോ? നമുക്ക് എത്രത്തോളം ഇവരെ ഈ സുരക്ഷിത ഇടങ്ങളിലേക്ക് പാർപ്പിക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ ഇതുണ്ട്? അല്ല, ഇവിടെ ഇവിടുന്ന് ക്ലബ്ബുകളോ മറ്റു സംഘടനകളോ എത്രത്തോളം സൗകര്യങ്ങൾ ഒരുക്കി? സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇവിടെ നമുക്ക് ചാത്തമത്ത് വായനശാലയ്ക്ക് സമീപം ചാത്തമത്ത് പടാർകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന്റെ ഓഡിറ്റോറിയം പിന്നെ ക്യാമ്പായിട്ട് മാറ്റാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകൾ, ക്ലബ്ബുകളൊക്കെ തന്നെ ഇന്നലെ മുതൽ തന്നെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. നമ്മൾ ഏത് ഭാഗത്തേക്കാണ് ഇപ്പോൾ ആളുകളെ മാറ്റിയിട്ടുള്ളത്? ബന്ധുവീടുകളിലേക്കാണോ അല്ല ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കി? ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോൾ റെഡിയാണോ? ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പ് ഒരുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആൾക്കാരെ തൽക്കാലം ബന്ധുവീടുകളിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. ക്യാമ്പുകൾ റെഡിയാണ് അല്ലേ? ക്യാമ്പുകൾ റെഡിയാണ്. ചാത്തമത്ത് ഓഡിറ്റോറിയത്തിൽ ക്യാമ്പ് റെഡിയാണ്.
ശ്രീജ, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം വെള്ളം കൂടിക്കൂടി വരികയാണ്. നമ്മൾ തേജസ്വിനി പുഴയുടെ ആ തീരത്ത് ഇതുവരെ എത്തിയിട്ടില്ല. അതിന് തൊട്ടടുത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ കാണുന്നതാണ് തേജസ്വിനി പുഴ. പുഴയിലേക്ക് നമ്മൾ കൃത്യമായി പുഴയിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം അരയോളം വെള്ളം നമുക്ക് ഇപ്പോൾ തന്നെ ഇവിടുന്ന് കാണാം. ഇവിടെയാണ് നിരവധി കുടുംബങ്ങൾ ഇത്തരത്തിൽ താമസിക്കുന്ന ഒരു സാഹചര്യവും ഉള്ളത്. എന്നാലും മഴ ഇപ്പോഴും ശക്തിയായി പെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ ഇവിടെ കാസർഗോഡ് ഉണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലകളിലാണ് വലിയ തോതിലുള്ള ഒരു ആശങ്ക കൂടി നിലനിൽക്കുന്നത്. മലയോര മേഖലകളിൽ മണ്ണിടിച്ചൽ ഭീഷണി, അതായത് ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ശ്രീജ, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം തോണി, ഇത് ഒരു റോഡാണ്. തോണിയിലൂടെയാണ് ഇവിടെ വീടുകളിലേക്കൊക്കെ ഇവിടെയുള്ള ആളുകൾ ഇവരുടെ ആളുകളെ കുറിച്ച് അന്വേഷിക്കാനും മറ്റുമായ ആളുകൾ പോകുന്നത്. ഇതൊരു റോഡാണ്. റോഡിലൂടെയാണ് നമ്മൾ ഇത്തരത്തിൽ ആ ദൃശ്യം കാണാം. തോണിയിലൂടെ പോകുന്ന ഒരു ദൃശ്യം നമുക്ക് കാണാം. കൃത്യമായ നിരവധി വീടുകൾ ഈ പ്രദേശത്തുണ്ട്. ഇപ്പോൾ അരയോളം വെള്ളം ഇപ്പോൾ എനിക്കിവിടെ നടന്നു പോകുമ്പോൾ തന്നെ ആയിരിക്കുന്നു. ഇതിന് മുന്നോട്ട് കൂടുതൽ വെള്ളം ഉയരുന്ന ഒരു സാഹചര്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊടക് മേഖലകളിൽ ഇത്തരത്തിൽ വലിയ തോതിലുള്ള മഴ ആ കൊടക് മേഖലകളിലുണ്ട്. ആ വെള്ളം അവിടെ നിന്നുള്ള വെള്ളം എല്ലാം എത്തുന്നത് ഈ പ്രദേശത്തേക്കാണ്. ഇവിടെ നിന്നാണ് പിന്നീട് അറബിക്കടലിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുള്ളത്. എന്തായാലും ഇതൊക്കെ ഒരു വീടുകളും ഒക്കെയുള്ള ഒരു പ്രദേശമാണ്. ഒരു പുഴയ്ക്ക് സമാനമായി തന്നെ ഇവിടെയും ആ തേജസ്വിനി പുഴയിൽ നിന്നുള്ള വെള്ളം മുഴുവൻ ഇതിലേക്ക് കയറി അത്രത്തോളം ആ ഒരു അവസ്ഥ. അല്ല, എന്താണ് ഇപ്പോൾ നിലവിൽ ഇവിടെ ഈ ഭാഗത്തുള്ള വീടുകളിൽ? ഈ ഭാഗത്തെ വീടുകളിൽ നിലവിൽ കുടിയൊഴിയേണ്ട ഒരു സാഹചര്യം ഇല്ല. വെള്ളം ഉയരുകയാണെങ്കിൽ കുടിയൊഴിയേണ്ടി വരും. മഴ ഇനിയും തുടർന്ന് മഴ ശക്തി പ്രാപിക്കുകയാണെങ്കിൽ വെള്ളം ഇനിയും കൂടാനാണ് സാധ്യത. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്ത് നമ്മൾ അതിനുള്ള ഒരു സജ്ജീകരണം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. വീടിന് ആളുകൾ മാറിയിട്ടുണ്ടോ? എന്താണ്? നിലവിൽ 6 കുടുംബങ്ങൾ മാത്രമാണ് മാറിയിട്ടുള്ളത്. അത് രോഗികളായിട്ടുള്ള ആൾക്കാരും പ്രായം ചെന്ന ആൾക്കാരുമാണ് നിലവിൽ മാറിയിട്ടുള്ളത്. നമുക്ക് ആ ശ്രീജ, ഈ വീടുകളുടെ ദൃശ്യങ്ങളൊക്കെ കാണാം. ഏകദേശം വീടുകളിലേക്ക് വെള്ളം കയറി തുടങ്ങിയിരിക്കുന്നു. ഒരുപാട് വീടുകൾ. ഇതൊരു റോഡാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ശ്രീജ, പുഴയുടെ സൈഡിലേക്കാണ്, ആ ഭാഗത്തേക്കാണ് നമ്മൾ ആ പുഴയുടെ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഒരു റോഡാണ്. റോഡിലാണ് ഞാനിപ്പോൾ ഇത്തരത്തിൽ കൃത്യമായ വാഹനങ്ങൾ പോകുന്ന റോഡിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ തോണിയിലൂടെ യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യമുള്ളത്. അത്രത്തോളം വെള്ളം. ഇനി അങ്ങോട്ട് നടന്നു പോകാൻ പ്രയാസമാണ്, നടന്നു പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അത്രത്തോളം വെള്ളം ഈ പ്രദേശത്ത് കയറിയിട്ടുണ്ട്. ഒരാൾ പൊക്കത്തിലൊക്കെ വെള്ളം കയറിയ സാഹചര്യമുണ്ട്. വീടുകളിലെല്ലാം വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ഈ തോണി ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയാണ്. അതായത് ഇവിടെ ഒരുപാട് വീടുകൾ എനിക്ക് പിറകിൽ ഈ തോണിക്ക്, ഞാനിപ്പോ പോകുന്ന ഈ തോണിക്ക് സമീപം ഒക്കെ നമുക്ക് കാണാം. എന്തായാലും ഈ ഭാഗത്തൊരു വീടുണ്ട്. നമ്മൾ ആ പ്രദേശത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോഴും മഴ ശക്തമായി തന്നെ തുടരുകയാണ്. ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ചിറ്റാരിക്കാലിൽ 20ഓളം കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്നും ഉരുൾപൊട്ടൽ ഭീഷണി ഉള്ളതുകൊണ്ടാണ് ഇത്രത്തോളം ആളുകളെ മാറ്റി താമസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇനിയും കൂടുതൽ തീവ്രത മഴക്കുണ്ടാകുമെന്ന ഒരു കാലാവസ്ഥ പ്രവചനം കൂടിയുണ്ട്. ഇതിപ്പോൾ മഴ തുടക്കത്തിൽ തന്നെ ഇത്രത്തോളം വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ്. ദൃശ്യങ്ങളിൽ കാണാം. വീടുകളിലെ തറ വരെ വെള്ളം എത്തി നിൽക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് തേജസ്വിനി. കെ വി ബൈജു ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തേജസ്വിനി പുഴ കരകവിഞ്ഞൊഴുകി ആ ഭാഗത്ത് വലിയ രീതിയിലുള്ള വെള്ളം കയറിയ പ്രശ്നങ്ങളാണുള്ളത്. ബൈജു തുടർന്നോളൂ. ഇതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആലപ്പുഴയിലൊക്കെ നമ്മൾ സ്ഥിരം കുട്ടനാട്ടിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന കാഴ്ചയാണ്. പക്ഷേ കാസർഗോഡൊക്കെ ഇത്തരത്തിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ അറിയാറില്ല. ഈ ഭാഗത്ത് എല്ലാ മഴക്കാലത്തും ഇങ്ങനെയുണ്ടോ, അതോ ഇത്തവണ നമ്മൾ നോക്കുകയാണെങ്കിൽ തെക്കൻ കേരളത്തേക്കാൾ കൂടുതൽ വടക്കൻ കേരളത്തിലാണ് ഇത്തവണ മഴ കാര്യമായി പെയ്യുന്നതും? ഇത് ഇത്തവണത്തെ പ്രശ്നമാണോ അതോ സ്ഥിരം ഇവിടെയൊക്കെ ഇങ്ങനെയാണോ? ശ്രീജ, നമ്മൾ എടുത്തു പറയേണ്ടത് മഴക്കാല ആരംഭത്തിൽ തന്നെ ഇത്രത്തോളം വലിയ വെള്ളം കയറി എന്നത് തന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ വീടിന് തൊട്ട് പുറകിലാണ് തേജസ്വിനി പുഴയുള്ളത്.
ദേശീയപാത കടന്നു പോകുന്ന തേജസ്വിനി പുഴയാണിത്. ഈ ഒരു പക്ഷേ മഴ തുടക്കത്തിൽ തന്നെ ഒരു 3-4 ദിവസം പെയ്ത മഴയിൽ ഇത്രത്തോളം വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഇത് ഒരു പക്ഷേ ഇത് ആദ്യമായിരിക്കും ഇത്തരത്തിൽ ഉണ്ടാവുക. അത് തന്നെയാണ് ഇവിടുത്തെ നാട്ടുകാരും പറയുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മൾ വളരെ അടുത്ത് തേജസ്വിനി പുഴയുടെ വളരെ അടുത്ത് എത്തിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഇനി കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ വലിയ ഒഴുക്ക് ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം ഇത് കുടകിൽ നിന്നും ഇത്തരത്തിൽ വലിയ തോതിൽ കുടകിൽ നിന്നും വെള്ളം ഇരിച്ചു വരുന്ന ഒരവസ്ഥയുണ്ട്. ചില സമയങ്ങളിൽ ഈ കുടക് മേഖലകളിൽ തന്നെ അതിശക്തമായ മഴ പെയ്യുമ്പോൾ ആ മലവെള്ളമെല്ലാം ചെന്നെത്തുന്നത് ഈ പ്രദേശത്താണ്. ഇവിടെ ഈ തേജസ്വിനി പുഴയിലേക്കാണ്. ഇതുവഴിയാണ് അറബിക്കടലിലേക്ക് എത്തുന്ന സാഹചര്യം. നമുക്കിപ്പോൾ വീടുകളിൽ കാണാം ആളുകളെയൊക്കെ ഇവർ ഏത് സമയത്തും ഇവിടെ നിന്നും വീട് മാറി പോകേണ്ട സാഹചര്യമുണ്ട്. ഇപ്പോൾ തന്നെ 6 കുടുംബങ്ങളെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്ത് നിന്ന് തന്നെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. തേജസ്വിനി പുഴയുടെ വളരെ അടുത്താണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. നമുക്ക് തൊട്ട് ഈ വീടിന്റെ പുറകുവശം നോക്കിയാൽ അത് തേജസ്വിനി പുഴയുടെ തേജസ്വിനി പുഴയിലേക്കാണ് എത്തുന്നത്. അത്രത്തോളം വെള്ളമാണ് തേജസ്വിനി പുഴയിൽ ഉയർന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുടക് മേഖലകളിലെ മുഴുവൻ വെള്ളവും ഈ തേജസ്വിനി പുഴയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും നമുക്ക് തേജസ്വിനി പുഴയുടെ ദൃശ്യങ്ങൾ കൂടി ഒന്ന് പ്രേക്ഷകർക്കായി കാണിക്കാം. നമ്മൾ ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ കൃത്യമായി കാണാം. തേജസ്വിനി പുഴ രൗദ്രഭാവത്തോടുകൂടി ഒരു തേജസ്വിനി പുഴയിലേക്ക് നമ്മളിപ്പോൾ ഏകദേശം അരമണിക്കൂറിലധികം അടുത്താണ് തോണിയിലും മറ്റുമായി ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ജലനിരപ്പ് ഉയർന്നത് കാണുമ്പോൾ ഭയാനകമായ രീതിയിൽ തേജസ്വിനി പുഴയിലെ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നത് നമുക്ക് എന്തായാലും കാണാം. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് തേജസ്വിനി പുഴ. ഇവിടെ ഒരുപാട് വീടുകൾ ഈ തേജസ്വിനി പുഴയുടെ ഇരു കരകളിലുമായി ഉണ്ട്. വെള്ളം കൂടുതൽ വെള്ളം കയറുന്ന സാഹചര്യമാണ് തേജസ്വിനി പുഴയുടെ. ഇവിടെ നിന്നും വീണ്ടും തോണിയിലൂടെ പോകേണ്ട ഒരു അവസ്ഥയാണ്. കാരണം ഒരാൾ പൊക്കത്തിൽ വെള്ളം ഇവിടെ കയറിയ സാഹചര്യമുണ്ട്. നമ്മൾ വീണ്ടും ആ തോണിയിലേക്ക് തന്നെ കയറുകയാണ്. അത്രത്തോളം വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. മുമ്പെങ്ങും മഴക്കാല ആരംഭത്തിൽ ഇത്തരത്തിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. നമ്മൾ വീണ്ടും ആ തോണിയിൽ തന്നെ കയറി ആ പ്രദേശത്തേക്ക് എത്തുന്ന ഒരവസ്ഥയാണ്. നടന്നു പോകാൻ ഇനി അങ്ങോട്ട് മുന്നോട്ട് പറ്റില്ല. അത്രത്തോളം മഴയും ഇപ്പോൾ ശക്തമായി പെയ്യുന്നുണ്ട്. മഴ ഏതെങ്കിലും തരത്തിൽ ഇന്നലെ മുതൽ ആരംഭിച്ച മഴ നിർത്താതെ പെയ്യുന്ന അവസ്ഥ തന്നെയാണ്. ആ തേജസ്വിനി പുഴയുടെ കൃത്യമായ ദൃശ്യം നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ കാണാവുന്നതാണ്. എന്തായാലും മഴ ശക്തമായി പെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. വരും മണിക്കൂറുകളിലും മഴ തുടരും. അങ്ങനെയാണെങ്കിൽ ഈ പ്രദേശത്തിന്റെ ഒരു അവസ്ഥ, മഴ തുടക്കത്തിൽ ഇങ്ങനെയാണെങ്കിൽ ഇനി മഴ ശക്തമായാൽ, മഴ കുറച്ചുകൂടി ശക്തം പ്രാപിച്ചാലിന്റെ ഒരു അവസ്ഥ ഒന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. വലിയ തോതിൽ ആശങ്ക ഈ ഭാഗത്തുണ്ട്. അത്രത്തോളം ആളുകളാണ് ഈ പ്രദേശത്ത് ഇരുകരകളിലുമായി തയ്യൂർ, പൊടോതുരുത്തി ഒക്കെ പ്രദേശങ്ങളിലായി ഉള്ളത്. നിരവധി വീടുകൾ ഇവിടെ നമുക്ക് കാണാം. ആ വീടുകളെല്ലാം വെള്ളം കയറിയിരിക്കുന്നു. എന്തായാലും നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ആലപ്പുഴയിലൊക്കെ ഇത് സ്ഥിരമായി കാണുന്ന കാഴ്ചയാണെങ്കിൽ കാസർഗോട്ട് ആദ്യ മഴയ്ക്ക് തന്നെ ഇത്രത്തോളം വലിയ വെള്ളം കയറുന്നത് ആദ്യമായാണ്. ഇതിപ്പോൾ കൃത്യമായി തേജസ്വിനി പുഴ വളരെ ശക്തിയായി തേജസ്വിനി പുഴ ഒഴുകുന്നു. തേജസ്വിനി പുഴയുടെ കരയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ദേശീയപാതയ്ക്ക് തൊട്ട് അരികിലാണ് ഇത് ഇപ്പോൾ നമ്മളുള്ളത്. പക്ഷേ ആ പ്രദേശത്തെ എല്ലാ വീടുകളിലും ഇങ്ങനെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ ശ്രമിക്കുക. ഇതാണ് തേജസ്വിനി പുഴ. ഇതിന് തൊട്ടപ്പുറം കാര്യങ്കോട് പാലം, ദേശീയപാതയിലെ കാര്യങ്കോട് പാലം. എത്രത്തോളം ഒഴുക്കാണ് തേജസ്വിനി പുഴ എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കൃത്യമായി കാണാം. അത്രത്തോളം ശക്തമായ ഒഴുക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്നാലും ഇവിടെ ഇനിയും വരും മണിക്കൂറുകളിലും ആളുകളെ മാറ്റി താമസിപ്പിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. സുരേഷ്, ഇത് തേജസ്വിനി പുഴയുടെ കൃത്യമായ ദൃശ്യം എത്രത്തോളം ഭീകരമാണെന്ന് നമുക്ക് ഇവിടെ നിന്ന് കാണാം. എന്തായാലും ഇവിടുത്തെ പ്രദേശവാസി സുരേഷ് ബാബു നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് നിലവിൽ ഇത് ഒരു മഴ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഇത്രത്തോളം ഒരു വെള്ളം കയറാനുള്ള ഇടയാണ്? തേജസ്വിനി ഇങ്ങനെ കുലംകുത്തി ഒഴുകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. പിന്നെ ഇപ്പോൾ ഇതിന്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് പുഴയുള്ളത്.
ഇപ്പോൾ തന്നെ ഇവിടെ തന്നെ നമുക്ക് തന്നെ ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. ഇനി വെള്ളം കൂടുകയാണെങ്കിൽ അതിശക്തമായ ഈ ഒഴുക്ക് കരയിലേക്ക് കൂടി വരുന്നൊരവസ്ഥയുണ്ടാവും. അപ്പോൾ പിന്നെ ഇവിടെ ജനവാസം തന്നെ സാധിക്കാത്തൊരവസ്ഥ വരും. അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടോ? ആളുകളെ പെട്ടെന്നാണല്ലോ ഇവിടെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ലേ? അങ്ങനെ മാറ്റാനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം ഈ വർഷം മഴക്കാലപൂർവ്വ മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ട് ദേശീയ ദുരന്ത നിവാരണ സേന അടക്കം ഈ പ്രദേശത്ത് സന്ദർശനം നടത്തി രക്ഷാപ്രവർത്തനം നടത്താൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ദുരന്ത നിവാരണ സേനയുടെ ഒരു ടീം ഈ എവിടെയാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കിയിട്ടുള്ളത്? ഇപ്പൊ ക്യാമ്പുകൾ ഒരുക്കിയിട്ടുള്ളത് ചാത്തമത്ത് ക്ഷേത്ര ഓഡിറ്റോറിയത്തിലാണ് ക്യാമ്പ് ഒരുക്കിയിട്ടുള്ളത്. ഈ പ്രധാനമായും ഈ കുടക് മേഖലകളിലെ മഴ അത് ഏത് രീതിയിലാണ് തേജസ്വിനി പുഴയെ ബാധിക്കുന്നത്? ഈ തേജസ്വിനി പുഴയുടെ ഉത്ഭവം തലക്കാവേരി ഫോറസ്റ്റുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ആ മേഖലയിൽ പെയ്യുന്ന മഴയടക്കം ഈ പ്രദേശത്ത് വെള്ളപ്പൊക്കത്തിന് കാരണമാവും. ശ്രീജ, ദൃശ്യങ്ങളിലേക്ക് ഒന്നുകൂടെ പോകാൻ തോന്നുന്നു. എത്രത്തോളം ഒഴുക്കാണ് ആ പുഴ എന്നുള്ളത് നോക്കണം. തെങ്ങുകളൊക്കെ അതിന്റെ തല ഭാഗങ്ങൾ, ചെറിയ തെങ്ങാണെങ്കിലും അതൊക്കെ നമുക്ക് കാണാം. അത് നേരത്തെ ഇവർ സൂചിപ്പിച്ചതുപോലെ തന്നെ കുടക് മേഖലകളിൽ പെയ്യുന്ന മുഴുവൻ മഴയും എത്രത്തോളം കുടക് മേഖലകളിൽ മഴ ശക്തമാവുന്നോ ആ വെള്ളമൊക്കെ എത്തുന്നത് ഈ പുഴയിലാണ്, തേജസ്വിനി പുഴയിലാണ്. ഇതുവഴിയാണ് അറബിക്കടലിലേക്ക് പതിക്കുന്നത്. ഇതിന്റെ ഇരു കരകളിലുമായി നിരവധി വീടുകളാണ് ഉള്ളത്. എന്തായാലും എല്ലാ വീടുകളിലേക്കും വെള്ളം കയറുന്ന ഒരു സാഹചര്യം തന്നെ. പുഴ അതിഭീകരമായി കരകവിഞ്ഞു ഒഴുകുന്നു. ഇനി മഴ വരും മണിക്കൂറുകളിൽ ശക്തി പ്രാപിച്ചാൽ അത് എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഈ പ്രദേശങ്ങളിൽ ഉണ്ടാക്കുക എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാട്ടിത്തരും. വളരെ വിശദമായി തന്നെ കാസർഗോഡ് തേജസ്വിനി പുഴയുടെ കരയിലെ വീടുകളിലെ ദുരവസ്ഥ കാണിച്ചു തന്നത്. അവിടെ മഴയുടെ ഈ തുടക്കത്തിൽ തന്നെ തേജസ്വിനി പുഴ കര കവിഞ്ഞൊഴുകി ഏതാണ്ട് 120 കുടുംബങ്ങളുള്ള ഒരു ചെറിയ ദ്വീപാണിത്. അവിടെ മുഴുവൻ എല്ലാ വീടുകളിലും വെള്ളം കയറിയ അവസ്ഥയാണ്. കൂടുതൽ മഴ പെയ്താൽ, വെള്ളം കൂടുതൽ വന്നാൽ അവിടെ നിന്ന് ഇവരെ മുഴുവൻ മാറ്റി പാർപ്പിക്കേണ്ട അവസ്ഥയാണ്. ബൈജു ആണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. നവമി ദിനേശ്, കൊച്ചി.